ഹലോ കുട്ടികളെ, വെൽക്കം ടു ബയോളജി ക്ലാസ്. ഈ ക്ലാസ്സിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ മിക്ക ക്വസ്റ്റ്യൻസും മുൻ വർഷങ്ങളിൽ ചോദിച്ചതാണ്. അപ്പോൾ ഈ ടോപ്പിക്സ് അല്ലേ, ഇതിൽ പറയുന്ന ഏരിയകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻസ് ഇതേ രീതിയിലാവാം, അല്ലെങ്കിൽ മറ്റു രീതിയിലാവാം. എങ്കിലും ഈ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ ആ ടോപ്പിക്സും നിങ്ങൾക്ക് ഓർമ്മയിൽ വരും. അതുകൊണ്ട് ഇത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഈ ക്ലാസ് കാണുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു പ്രപ്പോസ്ഡ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ? റൈറ്റ് ഡൗൺ ദ ക്രൈറ്റീരിയ ഫോർ ദിസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ആരാണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത്? അല്ലേ, നമുക്കറിയാം അത് ആരാണ്? RH വിറ്റേക്കർ ആണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലേ ആവിഷ്കരിച്ചത്. ഇനി അടുത്ത പാർട്ട് എന്താണ്? റൈറ്റ് ഡൗൺ ദ ക്രൈറ്റീരിയ ഫോർ ദിസ് ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷന്റെ ക്രൈറ്റീരിയ എന്താണ്, അല്ലെങ്കിൽ എന്താണ് മാനദണ്ഡം അല്ലേ? എന്ത് മാനദണ്ഡത്തിന്റെ ബേസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയത് എന്നാണ് അടുത്ത പാർട്ട് വരുന്നത്. അതിൽ 5 ക്രൈറ്റീരിയ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 5 ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. ഒന്ന് എന്താണ്? മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. രണ്ടാമത്തത് താലസ് ഓർഗനൈസേഷൻ ആണ്. മൂന്നാമത്തത് സെൽ സ്ട്രക്ചർ ആണ്. നാലാമത്തത് ഫൈലോജെനറ്റിക് റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. പിന്നെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ഇതാണ് 5 ക്രൈറ്റീരിയ. ഈ 5 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് എന്താ ചെയ്തിരിക്കുന്നത്? ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഫ്രം ദ ഫോളോയിങ്. അല്ലേ, താഴെ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് അല്ലേ കണ്ടെത്താനാണ് ചോദ്യം. ഏതൊക്കെയാണ് മാച്ചിങ് കൊടുത്തിരിക്കുന്നത്? എ ഓട്ടോട്രോപ്സ് എനിമാലിയ ആൻഡ് ഫംഗി. ബി ഹെട്രോട്രോപ്സ് പ്ലാന്റ്. സി ഓട്ടോട്രോപ്സ് ആൻഡ് ഹെട്രോട്രോപ്സ് മൊണിറ ആൻഡ് പ്രോട്ടിസ്റ്റ. അപ്പോൾ ഇതിന്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ അനുസരിച്ചാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. ഓട്ടോട്രോപ്സ് അല്ലേ, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള ഓർഗാനിസംസ് ആണ് ഓട്ടോട്രോപ്സ്. അതിൽ കൊടുത്തിരിക്കുന്ന പേർ ഏതാണ്? അനിമാലിയ ആൻഡ് ഫംഗി. നമുക്കറിയാം അനിമാലിയും ഫംഗി എന്താണ്? ഹെട്രോട്രോപ്സ് ആണ്, അത് ഓട്ടോട്രോപ്സ് അല്ല. അതുകൊണ്ട് ആ പേർ എന്താണ്? റോങ് ആണ് അല്ലേ, അത് തെറ്റാണ്. ഇനി ബി എന്താണ്? ഹെട്രോട്രോപ്സ് പ്ലാന്റ്. നമുക്കറിയാം പ്ലാന്റ് അല്ലേ, പ്ലാന്റ്സ് ഓട്ടോട്രോപ്സ് ആണ്, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലേ ഓർഗാനിസംസ് ആണ് പ്ലാന്റ്സ്. ഇനി സി എന്തായിരിക്കും? ഓട്ടോട്രോപ്സ് ആൻഡ് ഹെട്രോട്രോപ്സ് മൊണിറ ആൻഡ് പ്രോട്ടിസ്റ്റ. അപ്പോൾ മൊണിറയിലും പ്രോട്ടിസ്റ്റയിലും എന്ത് കാണുന്നുണ്ട്? ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഹെട്രോട്രോഫിക് ഓർഗാനിസംസും കാണുന്നുണ്ട്. സോ ദ കറക്റ്റ് പെയർ ഈസ് ഓട്ടോട്രോപ്സ് ആൻഡ് ഹെട്രോട്രോപ്സ് മൊണിറ ആൻഡ് പ്രോട്ടിസ്റ്റ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഡു നോട്ട് ഹാവ് സെൽ വാൾ? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പിൽ അല്ലേ, ഓർഗാനിസത്തിന്റെ ഗ്രൂപ്പിൽ ഏതിനാണ് സെൽ വാൾ ഇല്ലാത്തത്? ഫസ്റ്റ് നോക്കുക, എന്താണ്? ഫംഗിയാണ്. ഫംഗിക്ക് സെൽ വാൾ ഉണ്ട്. ഫംഗിയുടെ സെൽ വാൾ എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്? കൈറ്റിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ അടുത്തത് ഏതാണ്? അനിമാലിയ. അനിമാലിയക്ക് സെൽ വാൾ ഇല്ല അല്ലേ. ഇനി മൊണിറ. മൊണിറയിൽ അല്ലേ മൈക്കോപ്ലാസ്മി ഒഴികെ ബാക്കിയുള്ളതിനൊക്കെ സെൽവാള ഉണ്ട്. പ്ലാന്റയിലും എന്തുണ്ട്? സെൽവാള ഉണ്ട് അല്ലേ, സെല്ലുലോസ് കൊണ്ടുള്ള സെൽവാള ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ബി അനിമാലിയ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ബേസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ഫസ്റ്റ് പെയറിന്റെ റിലേഷൻഷിപ്പ് നോക്കാം അല്ലേ, അത് നോക്കിയിട്ട് അടുത്ത പെയർ ഫില്ല് ചെയ്യാനാണ് അല്ലേ, ആ വിട്ടുപോയ ഭാഗം ഫില്ല് ചെയ്യണം. അപ്പോഴാണ് കൊടുത്തിരിക്കുന്നത് യൂഗ്ലിന പ്രോട്ടിസ്റ്റ. ഇനി ഏതാണ്? മൈക്കോപ്ലാസ്മ ഡാഷ്. അപ്പോൾ യൂഗ്ലിന പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മൈക്കോപ്ലാസ്മ ഏത് വിഭാഗത്തിലാണ്? മൈക്കോപ്ലാസ്മ മൊണിറ വിഭാഗത്തിൽ വരുന്ന ഓർഗാനിസം ആണ്. സോ അവിടെ ഫില്ല് ചെയ്യേണ്ടത് മൊണിറ എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ടേംസ്. അവിടെ നേരത്തെ ഉള്ളതുപോലെ തന്നെ ഫസ്റ്റ് പെയർ നോക്കുക, അടുത്ത പെയറിന്റെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ബാസിലസ് ബാക്ടീരിയ റാഡ് ഷേപ്ഡ്. കോക്കസ് ബാക്ടീരിയ, അപ്പോൾ നമുക്കറിയാം കോക്കസ് ബാക്ടീരിയ ഏത് ഷേപ്പാണ്? സ്ഫെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ ആണ്. ബാസിലസ് റോഡ് ഷേപ്ഡ് ആണ്, കോക്കസ് സ്ഫെറിക്കൽ ഷേപ്ഡ് ആണ്, വിബ്രിയോ കോമ ഷേപ്ഡ് ആണ്, അതുപോലെ തന്നെ സ്പൈറിലം സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡേഷ് ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ്. അപ്പോൾ ഏറ്റവും ചെറിയ ലിവിങ് സെൽസ് അല്ലേ ഏതിൻ്റെയാണെന്നാണ് നമ്മൾ പഠിച്ചതാണ്. ദറ്റ് ഈസ് മൈക്കോപ്ലാസ്മ. അപ്പോൾ മൈക്കോപ്ലാസ്മയാണ് ഏറ്റവും ചെറിയ ലിവിങ് സെൽസ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following produce biogas from the dung of ruminant animals? അപ്പോൾ റൂമിനന്റ് അനിമൽസിന്റെ അല്ലേ, പശു പോലുള്ള കന്നുകാലികളൊക്കെ ഏതാണ്? റൂമിനന്റ് അനിമൽസ് ആണ്. ഇവയുടെ ഡങ്ങിൽ നിന്ന് അല്ലേ, ചാണകത്തിൽ നിന്നും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ബയോഗ്യാസ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായിട്ടുള്ള അല്ലേ ബാക്ടീരിയ ഏതാണെന്നാണ് എഴുതേണ്ടത്. എന്താണ്? തെർമോ അസിഡോഫൈൽസ്. ഇതെന്താണ്? ഹൈ ടെമ്പറേച്ചറിൽ വളരുന്ന ബാക്ടീരിയങ്ങളാണ്. ഇത് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. ഇനിയോ ബി സയനോ ബാക്ടീരിയങ്ങളാണ്. ഇതും ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. ഇത് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയങ്ങളാണ്. ഇനി സി മെത്തനോജൻസ്. ഇത് കറക്റ്റ് ആണ്, ഈ പേരിൽ തന്നെയുണ്ട്. മീതെയിൻ പ്രൊഡ്യൂസിങ് അല്ലേ, മീതെയിൻ പ്രൊഡ്യൂസിങ് മൈക്രോ ഓർഗാനിസംസ് ആണ്, അല്ലെങ്കിൽ ബാക്ടീരിയങ്ങളാണ് മെത്തനോജൻസ്. അപ്പോൾ ഇതാണ് ബയോഗ്യാസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബയോഗ്യാസിലെ പ്രധാന കമ്പോണന്റ് ആണ് മീതെയിൻ. ഇനി ലാസ്റ്റ് എന്താണ്? ഹാലോഫൈൽസ്. ഹാലോഫൈൽസ് ഹൈ സാൾട്ടി ആയിട്ടുള്ള എൻവയോൺമെന്റിൽ വളരുന്ന ബാക്ടീരിയങ്ങളാണ്. അപ്പോൾ ഹാലോഫൈൽസും അതുപോലെ തന്നെ തെർമോ അസിഡോഫൈൽസും മെത്തനോജൻസും ഒക്കെ ആർക്കി ബാക്ടീരിയങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ സി മെത്തനോജൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ബ്ലൂ ഗ്രീൻ ആൽഗി. അപ്പോൾ ചിത്രം നോക്കുക, ഏത് ആൽഗയാണ്, ഏത് ബ്ലൂ ഗ്രീൻ ആൽഗയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഏത് സൈനോ ബാക്ടീരിയ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ബ്ലൂ ഗ്രീൻ ആൽഗ അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയ ആണ്. അപ്പോൾ ഇത് ഏതിന്റെ ചിത്രമാണ്? നോസ്റ്റോക്കിന്റെ ചിത്രമാണ്. അപ്പോൾ ആൻസർ നോസ്റ്റോക്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡയാറ്റംസ് ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻസ് ആർ യൂസ്ഫുൾ ടു അസ് ഈവൻ ആഫ്റ്റർ ദെയർ ഡെത്ത്. എവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഡയാറ്റംസ് അല്ലേ, നമുക്കറിയാം ക്രൈസോഫൈറ്റ്സിൽ വരുന്നതാണ്. പ്രോട്ടിസ്റ്റയിലുള്ള ക്രൈസോഫൈറ്റ്സിൽ വരുന്ന പ്ലാങ്ക്ടൺസ് ആണ് അല്ലേ, ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് ഡയാറ്റംസ്. സീലൊക്കെ ധാരാളമായിട്ട് അല്ലെ, കടലിലൊക്കെ ധാരാളമായിട്ട് എന്ത് കാണാം? ഡയാറ്റംസ് കാണാം. ഈ ഡയാറ്റംസ് അതിന്റെ ഡെത്തിന് ശേഷം എന്ത് സംഭവിക്കും? ഇതിന്റെ സെൽസ് എല്ലാം കൂടി സീയുടെ അടിയിൽ അടിഞ്ഞുകൂടും അല്ലേ. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ഈ ഡയാറ്റമേഷ്യസ് എർത്ത് അല്ലേ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഡയാറ്റത്തിന്റെ ഡെഡ് റിമെയിൻസിനെയാണ് എന്ത് പറയുന്നത്? ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ഈ ഡയാറ്റമേഷ്യസ് എർത്ത് പോളിഷിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓയിൽസും സിറപ്സും ഒക്കെ ഫിൽട്ടർ ചെയ്യുന്നതിനും യൂസ് ചെയ്യാറുണ്ട്. ദ ഡെപ്പോസിഷൻ ഓഫ് ഡെഡ് റിമെയിൻസ് ഓഫ് ഡയാറ്റംസ് അണ്ടർ ദ സീ ഈസ് നോൺ ആസ് ഡയാറ്റമേഷ്യസ് എർത്ത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ. അപ്പോൾ ഫ്ലജെല്ലി ഉള്ള പ്രോട്ടോസോവൻ ഏതാണെന്നാണ് ചോദ്യം. എന്താണ്? അമീബ അല്ലേ. അമീബ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. അമീബയ്ക്ക് എന്തില്ല? ഫ്ലജെല്ല ഇല്ല അല്ലേ. അത് മൂവ് ചെയ്യുന്ന സ്യൂഡോപോഡിയൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇനി ബി എന്താണ്? ട്രിപ്പനോസോമ അല്ലേ. ട്രിപ്പനോസോമയ്ക്ക് എന്തുണ്ട്? ഫ്ലജെല്ലി ഉണ്ട്. ഇനി പാരമീസിയം. പാരമീസിയത്തിന് ഫ്ലജെല്ലി അല്ല, എന്താണുള്ളത്? സീലിയാണ്. അപ്പോൾ അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഹെയർ ലൈക്ക സ്ട്രക്ചറാണ്. ഇനി അടുത്ത എന്താണ്? പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്താണ്? ഫ്ലജെല്ല ഇല്ലാത്തതാണ്. അത് സ്പോറോസോവൻസ് വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ബി ആണ്, ട്രിപ്പനോസോമ. അടുത്ത ദിവസം നോക്കൂ. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ടേംസ്. അവിടെ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലുള്ള അല്ലേ ചോദ്യമാണ്. ആദ്യത്തെ പെയർ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ പെയറിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുകയാണ് വേണ്ടത്. റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ബാസിലസ്. കോമ ഷേപ്ഡ് ബാക്ടീരിയോ നമ്മൾ നേരത്തെ ഇതേപോലുള്ള ഒരു ചോദ്യം കണ്ടു അല്ലേ. കോമ ഷേപ്ഡ് ബാക്ടീരിയ നമുക്കറിയാം വിബ്രിയോ ആണ്. ഇനി ട്രിപ്പനോസോമ ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ. പാരമീസിയം സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. അവിടെ ആൻസർ എഴുതേണ്ടത് എ വിബ്രിയോ ആണ്, ബി സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കിങ്ഡം ബേസ്ഡ് ഓൺ ദ ക്ലൂസ് ഗിവൺ ബിലോ. അവിടെ താഴെ ചില ക്ലൂസ്, ചില സൂചനകൾ തന്നിട്ടുണ്ട്. ഈ സൂചനകൾ നോക്കിയിട്ട് ഏത് കിങ്ഡത്തിലാണ് വരുന്നത് എന്ന് എഴുതണം. എന്താണ്? ഓർഗാനിസംസ് ആർ യൂക്കാരിയോട്ടിക്. അവിടെ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. അപ്പോൾ യൂക്കാരിയോട്ടിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തിനെ ഒഴിവാക്കാം? മൊണീറ ഗ്രൂപ്പിനെ ഒഴിവാക്കാം. ഇനി ബി എന്താണ്? ദിയർ സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ. അവിടെ യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിൽ സെൽ വാൾ കൈറ്റിൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏതിനാണ്? ഫംഗയ്ക്കാണ്. അപ്പോൾ ഒന്ന് ഓർക്കുക, ഫംഗയുടെ സെൽ വാൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കൈറ്റിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇത് പ്ലാന്റ്സ് ആവാത്തത്? പ്ലാന്റ്സിന്റെ സെൽ വാൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ്. അപ്പോൾ ആൻസർ ഫംഗി ആണ് എഴുതേണ്ടത്.
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ക്ലാസ് ഓഫ് ഫംഗി നോൺ എസ് ഇംപെർഫെക്റ്റ് ഫംഗി ഈസ് ഡേഷ്. അപ്പോൾ ഫംഗി ഇംപെർഫെക്റ്റ് എന്നറിയപ്പെടുന്ന ഫംഗൽ ഗ്രൂപ്പ് ഏതാണ്? അവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ എന്താണ്? ആസ്കോമൈസിഡ്സ്. ആസ്കോമൈസിഡ്സിനെ ഫംഗി ഇംപെർഫെക്റ്റ് എന്ന് പറയില്ല. ആസ്കോമൈസിഡ്സിനെ എന്താ പറയുന്നത്? അതിനെ സാക്ക് ഫംഗി എന്നാണ് പറയുന്നത്. ഇനി ഫൈക്കോമൈസിഡ്സ്. ഫൈക്കോമൈസിഡ്സും എന്തല്ല? ഫംഗി ഇംപെർഫെക്റ്റ് അല്ല. ഇനി ഡ്യൂട്ടിറോമൈസിഡ്സ്. ഡ്യൂട്ടിറോമൈസിഡ്സ് ആണ് ഫംഗി ഇംപെർഫെക്റ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ഫംഗി എന്ന് പറയുന്നത്. കാരണം എന്താണ്? അതിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ കണ്ടെത്തിയിട്ടില്ല. അവിടെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ കണ്ടുപിടിക്കാത്തത് കൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? ഇംപെർഫെക്റ്റ് ഫംഗി എന്ന് പറയുന്നത്. ഇനി ബെസിഡിയോമൈസിഡ്സ് ക്ലബ് ഫംഗി എന്ന് അറിയപ്പെടുന്ന ഫംഗൽ ഗ്രൂപ്പാണ്. അവിടെ ആൻസർ എഴുതേണ്ടത് സി, ഡ്യൂട്ടിറോമൈസിഡ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദ ഗിവൺ ചോയ്സസ്. അവിടെ താഴെ 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും എന്താ തിരഞ്ഞെടുക്കണം? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് തിരഞ്ഞെടുക്കണം. അതിന് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. മെത്തനോജൻസ് ആർ പ്രസന്റ് ഇൻ ദ ഗട്ട്സ് ഓഫ് റൂമിനന്റ് അനിമൽസ്. അവിടെ മെത്തനോജൻസ് ഈ റൂമിനന്റ് അനിമൽസിന്റെ ഗട്ട്സിൽ അതിന്റെ ഇൻറ്റെസ്റ്റൈനിൽ കാണുന്നു എന്നാണ് പറയുന്നത്. നമ്മളിത് നേരത്തെ പറഞ്ഞോളൂ. ഇത് ശരിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ശരിയാണെങ്കിൽ അവിടെ ഒരു ടിക്ക് ഇട്ടേക്കുക കേട്ടോ. പിന്നെ നമ്മൾ അത് വായിക്കേണ്ട ആവശ്യം വരില്ല. അടുത്ത രണ്ടാമത്തെ എന്താണ്? മൈക്കോപ്ലാസ്മ ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് സെൽ വാൾ. അപ്പോൾ മൈക്കോപ്ലാസ്മയിൽ എന്ത് കാണുന്നില്ല? സെൽ വാൾ കാണുന്നില്ല. അപ്പോൾ മൊണിറയിൽ ബാക്ടീരിയങ്ങളിലും സൈനോ ബാക്ടീരിയങ്ങളിലും ഒക്കെ എന്തുണ്ട്? സെൽ വാൾ ഉണ്ട്. പക്ഷേ മൊണിറയിൽ വരുന്ന മൈക്കോപ്ലാസ്മയ്ക്ക് എന്തില്ല? സെൽ വാൾ ഇല്ല. സെൽ വാൾ ആബ്സെന്റ് ആണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി മൂന്നാമത്തതോ? വൈറോഡ്സ് ആർ ഇൻഫെക്ഷ്യസ് നേക്കഡ് DNA മോളിക്യൂൾസ് ആണ്. അപ്പോൾ വൈറോഡ്സ് നിങ്ങൾ പഠിക്കുന്നതാണ്. വൈറോഡ്സ് ഇൻഫെക്ഷ്യസ് DNA അല്ല, എന്താണ്? ഇൻഫെക്ഷ്യസ് RNA ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ആൽഗൽ കമ്പോണന്റ് ഓഫ് ലൈക്കൻ ഈസ് ഫൈക്കോബയോണ്ട്. അവിടെ ലൈക്കനിലുള്ള ആൽഗൽ കമ്പോണന്റ് പറയുന്ന പേരാണ് ഫൈക്കോബയോണ്ട്. ശരിയാണ് ഫംഗൽ കമ്പോണന്റ് എന്താ പറയാം? മൈക്കോബയോണ്ട് എന്നാണ് പറയാം. അപ്പോൾ ഉത്തരം ഏതാണ്? 1ഉം 4ഉം ആണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുക. 1ഉം 4ഉം ഉള്ളത് ഏതാണ്? ബി ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ബി ആണ്. 1 and 4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ആദ്യത്തെ 2 പെയർ നോക്കുക, എന്നിട്ട് അടുത്ത പെയറിലെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. എ മഷ്റൂം അഗാരിക്കസ്. അഗാരിക്കസിന് പറയുന്ന കോമൺ നെയിമാണ് മഷ്റൂം. ഇനി ബിയോ ബ്രെഡ് മോൾ ഡേഷ്. അപ്പോൾ ബ്രെഡ് മോൾ എന്ന് അറിയപ്പെടുന്ന ഫംഗി ഏതാണ്? നമുക്കറിയാം, ദറ്റ് ഈസ് റൈസോപ്പസ്. അവിടെ റൈസോപ്പസിനെയാണ് ബ്രെഡ് മോൾ എന്ന് പറയുന്നത്. അവിടെ എന്താണ് ആൻസർ എഴുതേണ്ടത്? ബി, റൈസോപ്പസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ആന്റിബയോട്ടിക് വാസ് ഐസൊലേറ്റഡ് ഫ്രം എ ഫംഗസ്. അപ്പോൾ ആദ്യത്തെ ആന്റിബയോട്ടിക് ഒരു ഫംഗസിൽ നിന്നാണ് വേർതിരിച്ചെടുത്തത്. ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ നെയിം ഓഫ് ദ ഫംഗസ്. ഈ ഫംഗസിന്റെ പേര് ഏതാണെന്ന് എഴുതുക. ബി, വാട്ട് ഈസ് ദ ആന്റിബയോട്ടിക്. ഈ ആന്റിബയോട്ടിക് ഏതാണെന്നും എഴുതുക. അപ്പോൾ ഫസ്റ്റ് ആന്റിബയോട്ടിക് നമുക്കറിയാം, ദറ്റ് ഈസ് പെനിസിലിൻ. ഈ പെനിസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് വേർതിരിച്ചെടുത്തത് പെനിസിലിയം നോട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ്. അപ്പോൾ ആൻസർ എന്തെഴുതും? എ പെനിസിലിയം, ബി പെനിസിലിൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Plasmogamy and karyogamy occur during the sexual reproduction in fungi. What is the difference between the two processes? അപ്പോൾ ഫംഗസിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ പ്ലാസ്മോഗമി നടക്കുന്നുണ്ട്, കാരിയോഗമി നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്ലാസ്മോഗമി, എന്താണ് കാരിയോഗമി? പ്ലാസ്മോഗമി എന്താണ്? ദറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ ദ 2 ഗാമറ്റ് സെൽസ്. അപ്പോൾ 2 ഗാമറ്റ് സെൽസ് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യുന്നു. ഇതിനെയാണ് പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. ഇനി കാരിയോഗമിയോ? ദറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയ. ഈ ഗാമറ്റിക് ഫ്യൂഷൻ നടക്കുമ്പോൾ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യും. 2 ഗാമറ്റ് സെൽസിന്റെയും ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നു. ഈ ന്യൂക്ലിയർ ഫ്യൂഷനെയാണ് എന്ത് പറയുന്നത്? കാരിയോഗമി എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്തെഴുതും? പ്ലാസ്മോഗമി, ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ഡ്യൂറിങ് ഗാമറ്റിക് ഫ്യൂഷൻ. അപ്പോൾ കാരിയോഗമിയോ? ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയ ഡ്യൂറിങ് ഗാമറ്റിക് ഫ്യൂഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ യൂണിസെല്ലുലാർ ഫംഗസ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രെഡ് ആൻഡ് ബിയർ. റൈറ്റ് ദ നെയിം ഓഫ് ദാറ്റ് ഫംഗസ്.
അവിടെ ബ്രെഡ്, ബീർ തുടങ്ങിയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യൂണിസെല്ലുലാർ ഫംഗസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ യൂണിസെല്ലുലാർ ഫംഗസിന്റെ പേര് എന്താണെന്നാണ് എഴുതേണ്ടത്. അത് നമുക്കറിയാം, ഈസ്റ്റ് ആണ്, അല്ലെങ്കിൽ സക്കാരോമൈസിസ്. അപ്പോൾ ഈസ്റ്റ് അല്ലെങ്കിൽ സക്കാരോമൈസിസ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫംഗി ആർ ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ്. സെലക്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഫംഗി എന്താണ്? ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് ആണ്, അല്ലേ? സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ പറ്റാത്ത ഓർഗാനിസംസ് ആണ്. അതുകൊണ്ടാണ് അവ ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുന്നത്. ഇനി താഴെ കുറച്ച് പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് കണ്ടെത്തി എഴുതണം. എന്താ കൊടുത്തിരിക്കുന്നത്? പാരസൈറ്റിക് ഫംഗി ലിവിങ് ഓൺ ഡെഡ് ഓർഗാനിസം ടു ഡിറൈവ് ദെയർ ഫുഡ്. പാരസൈറ്റിക് ഫംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ഓർഗാനിസത്തിൽ ജീവിക്കുന്നതല്ല, അല്ലേ? ലിവിങ് പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ ലിവിങ് ആനിമൽസിൻ്റെയും ഒക്കെ മേലെയോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോ ഒക്കെ ജീവിക്കുന്ന ഫംഗിയാണ് പാരസൈറ്റിക് ഫംഗി. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ്, അല്ലേ, അവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്, അല്ലേ? അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നില്ല. ഇനി അടുത്തതോ, സാപ്രോഫൈറ്റിക് ഫംഗി ലിവിങ് ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റർ ടു ഡിറൈവ് ദെയർ ഫുഡ്, അല്ലേ? ഡെഡ് ഓർഗാനിക് മാറ്ററിൽ ജീവിക്കുന്ന ഫംഗിയാണ് സാപ്രോഫൈറ്റിക് ഫംഗി. ഈ സ്റ്റേറ്റ്മെന്റോ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അല്ലേ? ഫംഗി മിക്കവാറും ഏതാണ്? സാപ്രോഫൈറ്റ്സ് ആണ്, അല്ലേ? ഡെഡ് ഓർഗാനിക് മാറ്ററിലാണ് അത് ജീവിക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സിൻ്റെയോ, അല്ലേ, അനിമൽസിൻ്റെയോ, അല്ലേ, അത് ചത്ത ജീർണിച്ചാൽ അതിൽ എന്ത് വളരും? ഫംഗി വളരും. അതുകൊണ്ടാണ് അവയെ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്താണ്? സിംബയോട്ടിക് ഫംഗി ഓർഗാനിസം സിന്തസൈസ് ദിയർ ഓൺ ഫുഡ് മെറ്റീരിയൽ. സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്താണ്? ഓട്ടോട്രോപ്സ് ആണ്. ഇത് സിംബയോട്ടിക് ആണ് ചോദിച്ചത്. സിംബയോട്ടിക് എന്ന് പറഞ്ഞാൽ രണ്ട് ഓർഗാനിസംസ് ഒന്നിച്ച് ചേർന്ന് ജീവിക്കുന്നതാണ്. ലൈക്കൻ, മൈക്കോറൈസ ഒക്കെ എന്താണ്? സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ്. അവിടെ ഈ സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ബി ആണ്. അവിടെ എന്താണ് ആൻസർ എഴുതേണ്ടത്? ബി, സാപ്രോഫൈറ്റിക് ഫംഗി ലിവിങ് ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റർ ടു ഡിറൈവ് ദെയർ ഫുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒബ്സർവ് ദ ഫിഗർ. എ, ഐഡന്റിഫൈ ദ ഓർഗാനിസം. ബി, മാർക്ക് ദ പാർട്സ് ലേബൽഡ് എസ് 1 ആൻഡ് 2. അപ്പോൾ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അല്ലേ? ആ ചിത്രം കൊടുത്തിരിക്കുന്നത് ഏത് ഓർഗാനിസത്തിൻ്റെയാണ്? അവിടെ നമുക്കറിയാം അത് ഏതിൻ്റെയാണ്? വൈറസിൻ്റെയാണ്, അല്ലേ? ടുബാക്കോ മൊസൈക്കോ വൈറസിൻ്റെ ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബി എന്താണ്? മാർക്ക് ദ പാർട്സ് ലേബൽഡ് 1 ആൻഡ് 2, അല്ലേ? 1 എന്താണ്? RNA ആണ്. ഇതൊരു RNA വൈറസ് ആണ്. ഇനി 2 എന്താണ്? കാപ്സിഡ് ആണ്. ഇനി കാപ്സോമിയർ എന്നെഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ആ ഗ്രീൻ കളറിൽ മൊത്തം കാണിച്ചിരിക്കുന്ന ആ ഭാഗമാണ് കാപ്സിഡ്, അല്ലേ? അതിലെ ഓരോ യൂണിറ്റും എന്താണ്? കാപ്സോമിയർ ആണ്. അപ്പോൾ എന്താണ് ആൻസർ എഴുതുക? എ, ടുബാക്കോ മൊസൈക്ക വൈറസ് ആണ്, അല്ലെങ്കിൽ TMV എന്ന് എഴുതിയാൽ മതി. ഇനി ബിയോ? ഒന്നൊന്ന് ലേബൽ ചെയ്തിരിക്കുന്നത് കാപ്സിഡ്, അല്ലേ? രണ്ടെന്ന് ലേബൽ ചെയ്തിരിക്കുന്നത് RNA. അപ്പോൾ ഇത്രയാണ് എഴുതേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഈസ് അപ്ലിക്കബിൾ ടു ബാക്ടീരിയോഫേജസ്. അപ്പോൾ ബാക്ടീരിയോഫേജസിന് ബാധകമായിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നാണ് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത് അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എ എന്താണ്? ദേ ആർ ബാക്ടീരിയൽ വൈറസസ്. അപ്പോൾ ബാക്ടീരിയോഫേജസ് നമുക്കറിയാം ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന, അല്ലേ, ആക്രമിക്കുന്ന വൈറസുകളാണ്. അപ്പോൾ എ ശരിയാണ്. ദേ ആർ ബാക്ടീരിയൽ വൈറസസ്. ഇനി അടുത്ത എന്താ പറയുന്നത്? ബി, ദേ ഹാവ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA എസ് ജെനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ അവയുടെ ജെനറ്റിക് മെറ്റീരിയൽ DNA ആണ്. ഈ DNA ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. അപ്പോൾ ഇതും ശരിയാണ്. അവ DNA വൈറസുകൾ ആണ്. ഇനി അടുത്തതോ? സി, ദ പ്രോട്ടീൻ കോട്ട് ഈസ് കോൾഡ് കാപ്സിഡ്. ഇവിടെ പ്രോട്ടീൻ കോട്ടിനെ പറയുന്ന പേരാണ് കാപ്സിഡ്. ഇതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ എയും ബിയും സിയും ശരിയാണ്. അപ്പോൾ ആൻസർ എന്താ വരിക? നാലാമത്തതാണ് ആൾ ഓഫ് ദ എബവ്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗി വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ഈസ് കോൾഡ് മൈക്കോറൈസ്. ഹൗ ഈസ് മൈക്കോറൈസൽ അസോസിയേഷൻ ഹെൽപ്ഫുൾ ടു പ്ലാന്റ്സ്? അപ്പോൾ ഫംഗസും അതുപോലെ തന്നെ ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടും തമ്മിലുള്ള അസോസിയേഷനെയാണ് എന്ത് പറയുന്നത്? മൈക്കോറൈസെ എന്ന് പറയുന്നത്. ഇതൊരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. അപ്പോൾ ചില ഫംഗസ് നമ്മൾ പഠിക്കുന്നുണ്ട് സിംബയോട്ടിക് ലിവിങ് ആണ്. അപ്പോൾ ഫംഗസും റൂട്ടും തമ്മിലുള്ള അസോസിയേഷൻ മൈക്കോറൈസയാണ്. ഈ മൈക്കോറൈസ കൊണ്ട് പ്ലാന്റ്സിന് എന്താണ് ഗുണമുള്ളതെന്നാണ് ചോദ്യം. അപ്പം പ്ലാന്റ്സിന് ചില മിനറൽസും അതുപോലെ തന്നെ വാട്ടറും ഒക്കെ അബ്സോർബ് ചെയ്യുന്നതിന് എന്ത് ഹെൽപ്ഫുൾ ആണ്? ഈ മൈക്കോറൈസൽ അസോസിയേഷൻ ഹെൽപ്ഫുൾ ആണ്.
അപ്പോഴേ ആൻസർ എന്ത് എഴുതും? ഹെൽപ്സ് ടു അബ്സോർബ് വാട്ടർ ആൻഡ് സം മിനറൽ ന്യൂട്രിയൻസ്. അപ്പോഴേ ഫോസ്ഫേറ്റ് പോലുള്ള ചില മിനറൽ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നതിന് മൈക്കോറൈസൽ അസോസിയേഷൻ ഹെൽപ്ഫുൾ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നെയിം ദ ഏജന്റ് വിച്ച് കോസ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി ഓർ മാഡ് കൗ ഡിസീസ്. അപ്പോൾ മാഡ് കൗ ഡിസീസ് അല്ലെങ്കിൽ ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്ന അസുഖം ഉണ്ടാക്കുന്നത് എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മാഡ് കൗ ഡിസീസ് ഉണ്ടാക്കുന്നത് പ്രിയോൺസ് ആണ്. അപ്പോൾ ആൻസർ എന്താണ് എഴുതേണ്ടത്? പ്രിയോൺസ്. Botany teacher brought a diseased plant in the classroom. Manoj identified the pathogen as a virus. Can you list any two symptoms of disease that helped him to identify the pathogen? അപ്പോൾ ക്ലാസ്സിലെ ബോട്ടണി ടീച്ചർ ഒരു രോഗം പിടിപെട്ട ഒരു പ്ലാന്റ് കൊണ്ടുവരുന്നു. ഈ പ്ലാന്റ് ഡിസീസ് വൈറസ് ഡിസീസ് ആണെന്ന് ആര് തിരിച്ചറിഞ്ഞു? മനോജ് തിരിച്ചറിയുന്നു. അപ്പോൾ മനോജിന് ഈ ഡിസീസ് വൈറസ് ഡിസീസ് ആണ് എന്ന് തിരിച്ചറിയാൻ സഹായിച്ച ചില സിംറ്റംസ് ഉണ്ട്. അപ്പോൾ ആ സിംറ്റംസ് ഏതൊക്കെയാണ്? അപ്പോൾ ആ സിംറ്റംസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ മനോജിന് ഈ ഡിസീസ് തിരിച്ചറിയാൻ സഹായിച്ച സിംറ്റംസ് ഏതൊക്കെയാണ്? ഒന്ന് മൊസൈക്ക് ഫോർമേഷൻ ആണ്. ലീഫിലെ പുള്ളിക്കുത്തുകൾ അല്ലേ, മഞ്ഞ നിറത്തിലൊക്കെയുള്ള പുള്ളിക്കുത്തുകൾ കാണാം. പിന്നെ ലീഫ് റോളിംഗ് ആൻഡ് കേളിംഗ് ആണ്. ലീഫ് അല്ലേ ചുരുണ്ടിരിക്കും. ഇതും വൈറസ് ഡിസീസിന്റെ ഒരു ലക്ഷണമാണ്. യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിംഗ്. ഈ ലീഫിന്റെ വെയിൻസ് ഒക്കെ മഞ്ഞ നിറത്തിൽ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡോർഫിംഗ് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത് ആണ്. അപ്പം പ്ലാന്റിന്റെ വളർച്ച മുരടിച്ചിരിക്കും. ഇതാണ് സ്റ്റണ്ടഡ് ഗ്രോത്ത്. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ വൈറസ് ഡിസീസിന്റെ സിംറ്റംസ് ആണ്. ഇങ്ങനെയുള്ള സിംറ്റംസ് നോക്കിയിട്ടാണ് മനോജ് ഇതൊരു വൈറസ് ഡിസീസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്. എയ്ഡ്സ് ഇൻ ഹ്യൂമൻ ബീയിങ് ഈസ് കോസ്ഡ് ബൈ ഡാഷ്. അപ്പോൾ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസം ഏതാണ്? ഇതാണ് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. എ ബാക്ടീരിയം കൊടുത്തിട്ടുണ്ട്, ബി ഫംഗസ്, സി വൈറസ്, ഡി മൈക്കോപ്ലാസ്മ. നമുക്കറിയാം എയ്ഡ്സ് ഉണ്ടാക്കുന്നത് എന്താണ്? വൈറസ് ആണ് അല്ലേ. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. അവിടെ ആൻസർ സി ആണ്, വൈറസ് ആണ് എഴുതേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സം ഓർഗാനിസം ഷോ അസോസിയേഷൻ വിച്ച് ആർ മ്യൂച്വലി ബെനിഫിറ്റഡ്. അപ്പോൾ ചില ഓർഗാനിസംസ് അല്ലെ, രണ്ട് ടൈപ്പ് ഓർഗാനിസംസ് ഒന്നിച്ച് ചേർന്ന് ജീവിക്കുന്നത് കാണാം. ഇത് മ്യൂച്വലിസ് ആണ്, ഒരു സിംബയോട്ടിക് ലിവിംഗ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ആർ ദ കമ്പോണൻസ് ഓഫ് ലൈക്കൻസ്. അപ്പോൾ ലൈക്കൻസ് ഈ രീതിയിലുള്ള ഒരു സിംബയോട്ടിക് ലിവിംഗ് ആണ്. അപ്പോൾ ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദറ്റ് ഈസ് ദ അസോസിയേഷൻ ഓഫ് ആൽഗെ ആൻഡ് ഫംഗി. ആൽഗയും ഫംഗിയും ഒന്നിച്ച് ചേർന്ന് ജീവിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ലൈക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൽഗൽ കമ്പോണന്റിനെ എന്ത് പറയും? ഫൈക്കോബയോണ്ട് എന്ന് പറയും. ഫംഗൽ കമ്പോണന്റിനെ മൈക്കോബയോണ്ട് എന്നും പറയും. അപ്പോൾ എയുടെ ആൻസർ എഴുതേണ്ടത് ഫൈക്കോബയോണ്ട് ആൻഡ് മൈക്കോബയോണ്ട് ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ലൈക്കൻസ്. അപ്പോൾ ലൈക്കൻസിന്റെ എക്കോളജിക്കൽ ആയിട്ടുള്ള പ്രാധാന്യം എന്താണ്? അപ്പോൾ നന്നായിട്ട് വായു മലിനീകരിക്കപ്പെട്ട സ്ഥലങ്ങളിൽ എന്ത് വളരില്ല? ലൈക്കൻസ് വളരില്ല. അതുകൊണ്ട് ലൈക്കൻസ് ആർ ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ലൈക്കൻസ് എന്തിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്? എന്തിന്റെ ഒരു സൂചകമാണ്? പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ് അല്ലേ. പൊല്യൂഷൻ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ എന്ത് നോക്കിയാൽ മതി? ആ പ്രദേശത്ത് ലൈക്കൻസ് വളരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫംഗസ് ഇൻ മൈക്കോറൈസ. അപ്പൊ മൈക്കോറൈസയിൽ ഫംഗസിന്റെ റോൾ എന്താണ്? മൈക്കോറൈസ എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ദ അസോസിയേഷൻ ഓഫ് ഫംഗസ് വിത്ത് ദ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. അപ്പോൾ ഫംഗസും ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടും തമ്മിലുള്ള ഒരു സിംബിയോട്ടിക് അസോസിയേഷൻഷിപ്പാണ് മൈക്കോറൈസ. അപ്പോൾ ഈ മൈക്കോറൈസയിൽ ഫംഗസിന്റെ റോൾ എന്താണ്? ഫംഗസ് എന്താണ് ചെയ്യുന്നത് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഫംഗസ് എന്താണ് ചെയ്യുന്നത്? ഫംഗസ് ഹെൽപ്സ് ടു അബ്സോർബ് വാട്ടർ ആൻഡ് സം മിനറൽ ന്യൂട്രിയൻസ്. അപ്പോൾ പ്ലാന്റ്സിന് അല്ലേ ചില മിനറൽസും അതുപോലെ തന്നെ വാട്ടറും ഒക്കെ അബ്സോർബ് ചെയ്യുന്നതിന് എന്ത് സഹായിക്കുന്നു? ഈ ഫംഗസ് സഹായിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സജസ്റ്റ് ദ കറക്റ്റ് സയന്റിഫിക് ടേം ഫോർ ദ ഫോളോയിങ്. ആൽഗൽ പാർട്ട്ണർ ഇൻ ലൈക്കൻസ്. അപ്പോൾ ലൈക്കൻസിൽ ആൽഗൽ പാർട്ട്ണറിന് പറയുന്ന സയന്റിഫിക് ആയിട്ടുള്ള പേര് എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ലൈക്കൻസിൽ ആൽഗൽ പാർട്ട്ണറിന് പറയുന്ന പേരാണ് ഫൈക്കോബയോണ്ട് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഫംഗൽ പാർട്ട്ണർ പറയുന്ന പേര് മൈക്കോബയോണ്ട് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് എഴുതേണ്ടത്? ഫൈക്കോബയോണ്ട്. അതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
നെയിം വൺ വേർഡ് ഫോർ ദ ഫോളോയിങ്. അപ്പോൾ എ ബി എന്നിവയ്ക്ക് അല്ലേ ഒറ്റ വാക്ക് എന്താണ് എഴുതുക എന്ന് നോക്കുക. ആ ഒറ്റ വാക്കാണ് എഴുതേണ്ടത്. എ എന്താണ്? സിംബിയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗെ ആൻഡ് ഫംഗി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഈ ആൽഗയുടെയും ഫംഗയുടെയും സിംബിയോട്ടിക് അസോസിയേഷന് പറയുന്ന പേരാണ് എന്താ? ലൈക്കൻ. അപ്പോൾ എ എന്താണ് എഴുതേണ്ടത്? ലൈക്കൻ എന്നാണ് എഴുതേണ്ടത്. ഇനി ബി എന്താണ്? വൈറസസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിന് പറയുന്ന പേരെന്താണ്? ദറ്റ് ഈസ് ബാക്ടീരിയോഫേജ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ മുൻ വർഷങ്ങളിൽ വന്ന കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് പഠിക്കുക, പരീക്ഷ നന്നായിട്ട് എഴുതുക, നല്ല മാർക്ക് വാങ്ങിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.